ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വെറുതെ വീട്ടിൽ മടി പിടിച്ചിട്ട് റെസ്റ്റ് ചെയ്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ പരിപാടികളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ രാവിലെയാണ് എഴുന്നേറ്റിട്ട് കട്ടൻ കാപ്പി വയ്ക്കുകയാണ്. എനിക്ക് കട്ടൻ കാപ്പിയാണ് രാവിലെ കുടിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി തന്നെയാണ് വയ്ക്കുന്നത്. ചിലർക്കൊക്കെ ചായയൊക്കെ ഇഷ്ടമുള്ള രാവിലെ കുടിക്കാനായിട്ട്, പക്ഷെ എനിക്ക് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. അപ്പം ഞാൻ കട്ടൻ കാപ്പിയൊക്കെ വെച്ച് അതൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് നേരം വെറുതെ ഈ കാപ്പിയായിട്ട് ചുമ്മാ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കാപ്പിയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കുടിക്കും കേട്ടോ. കാരണം ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവധി ദിവസമാണല്ലോ. അതുകൊണ്ട് വെറുതെ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കും. ചിലപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ പോയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവധി ദിവസത്തെ പരിപാടികൾ. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് റെഡിയാക്കിയത്. ഇത് പാക്കറ്റ് ചപ്പാത്തി ആട്ടോ, ഇതിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. പിന്നെ മീൻകറിയുണ്ട്, മീൻകറിയുടെ കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ ചപ്പാത്തി മീൻകറി ഇതൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ കണ്ടോ, മീൻകറിയുണ്ട്. പിന്നെ കാപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഈ വാഴച്ചുണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചത്തേക്കിന്. അപ്പോൾ അത് ക്ലീനാക്കി എടുത്തു. പിന്നെ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ ഞാനിങ്ങനെ തേച്ചിട്ടാണ് ഇത് അരിയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കറയുണ്ടല്ലോ അതിങ്ങനെ കൈ പിടിക്കും. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പം പൊക്കോളും. അങ്ങനെ ഞാനിത് മൊത്തം കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരിയാനൊക്കെ ഭയങ്കര ഒരു ഈസി പ്രോസസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തോരൻ വയ്ക്കാം. ഭയങ്കര ഈസിയാണ് ഇത്, തോരൻ വയ്ക്കാൻ ഈസിയാണ്. നമ്മൾ എണ്ണ ഒഴിക്കുക. ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലേക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതൊക്കെ അരിഞ്ഞ് വയ്ക്കണം. ചുവന്നുള്ളി, പച്ചമുളക്, ഞാൻ പിന്നെ 2-3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിക്കുക. അതിലേക്ക് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുണ്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കാം. ഞാനെന്തായാലും ഈ സമയത്താണ് ചേർത്തത്. അങ്ങനെ അതവിടെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ മേളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ടെറസിൽ. അവിടെയാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. തുണി അലക്കാൻ വേണ്ടി വന്നതാണ്. തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഈ പാത്രം കഴുകുക എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഉച്ച സമയമായപ്പോഴത്തേക്കിനും ഞാൻ ചോറ് കഴിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ഇന്ന് അലോവേര ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന്. നമ്മുടെ ഗാർഡനിൽ അലോവേര നിൽപ്പുണ്ട്. അപ്പം ഞാൻ അതിലൊരു 2 തണ്ട് നല്ല വലുതാണ്, അത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അവസാനമുള്ള ആ ഒരു മഞ്ഞ കളർ വരുന്നൊരു തണ്ടുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് കേട്ടോ അതിൽ നിന്ന് വരുന്ന മഞ്ഞ ലിക്വിഡ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിങ്ങനെ ഇടുന്നുണ്ട്. ഇതൊരു 1-2 മണിക്കൂർ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള മഞ്ഞ കളറുള്ള ലിക്വിഡ് ഇങ്ങനെ പൊക്കോളും. പിന്നെ ഒരു 3-4 വട്ടം കൂടി നന്നായിട്ട് ഇതിങ്ങനെ കഴുകി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അതിങ്ങനെ അരച്ചെടുക്കും. എന്നിട്ടത് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങ് ഫ്രീസാക്കി വെക്കും. അത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക ചെയ്യുന്നത്. പിന്നെ ഞാനിന്ന് ഹെന്ന പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുടിയിൽ തേക്കാൻ വേണ്ടിയിട്ട്. കാരണം അടുത്ത ദിവസം ഒരു കല്യാണത്തിന് പോകണം. അപ്പം ഞാൻ അതിന് മുമ്പ് പ്രിപ്പറേഷനാണത്. പിന്നെ ഞാൻ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഇന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ മുടി നല്ല ഡ്രൈ ആയി. അപ്പം ഞാൻ ഈ സ്ട്രക്സിൻ്റെ ഈ ഒരു ഹെയർ സിറം തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനും. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.